പത്തനംതിട്ടയിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പാർട്ടിയോടിടഞ്ഞ് മുൻ ആറന്മുള എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായർ. ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് ശിവദാസൻ നായർ വിട്ടുനിൽക്കുകയാണ്. കാരണം ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ശിവദാസൻ നായർ പറഞ്ഞത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എത്തിയതിനു ശേഷമാണോ ആറന്മുളയിൽ ശിവദാസൻ നായരുടെ മനമാറ്റം സംഭവിക്കുന്നത്? എന്താണ് അവിടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു സൂചന വല്ലതുമാണോ ആറന്മുളയിൽ കേൾക്കുന്നത്? പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം UDF കൺവെൻഷൻ ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. PJ കുര്യൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DCC ഭാരവാഹികൾ, എല്ലാ നേതാക്കളുമുണ്ട്. പക്ഷെ ഒരാളുടെ അസാന്നിധ്യം മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടത്. മുൻ ആറന്മുള MLA-യും കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എന്താണ് കാരണമെന്നത് സംബന്ധിച്ച് നമ്മൾ കെ ശിവദാസൻ നായരോട് അന്വേഷിച്ചിരുന്നു. തൽക്കാലം ഈ ഒരു യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് കെ ശിവദാസൻ നായർ പറയുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ പ്രചരണത്തിൽ അങ്ങ് പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. അതും ഇപ്പോൾ പറയുന്നില്ല, മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് കെ ശിവദാസൻ നായരിൽ നിന്നും വന്നത്. നേരത്തെ തന്നെ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ DCC യോഗങ്ങളിൽ കെ ശിവദാസൻ നായരും ഒപ്പം തന്നെ മുൻ DCC പ്രസിഡന്റ് P മോഹൻരാജ്, മുൻ DCC പ്രസിഡന്റായിട്ടുള്ള ബാബു ജോർജ് എന്നീ 3 നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള യോഗങ്ങളിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയിരുന്നു. അത് ഈ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ നിന്ന് 3 മുൻ DCC പ്രസിഡന്റുമാർ ഇറങ്ങിപ്പോയിരുന്നു. ആ 3 DCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കെ ശിവദാസൻ നായർ. പിന്നീട് KPCC നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് നിലവിലെ DCC പ്രസിഡന്റിന്റെ ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു, മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിനുശേഷം ബാബു ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പക്ഷേ ശിവദാസൻ നായരും ഇക്കാര്യത്തിൽ വിശദീകരണം എന്താണ് എന്നത് അറിയേണ്ടത് ഒന്ന് ആന്റണിയുടെ പക്കൽ നിന്നാണ്. കാരണം ആന്റണി സിറ്റിംഗ് MP, ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാവ് ശിവദാസൻ നായർ വിട്ടുനിൽക്കുന്നത് എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കൂ. പ്രവീൺ പുരുഷോത്തമൻ, ആ പ്രതികരണങ്ങളടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.